എല്ലാവർക്കും ഡിസംബർ 5-ാം തീയതിയുടെ ഈ ദിവസത്തിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. 1-2 സെക്കൻഡ് സമയമേ ഞാൻ എടുക്കുന്നുള്ളൂ. സമയമുള്ളവർക്കും സ്നേഹമുള്ളവർക്കും ഇഷ്ടമുള്ളവർക്കും മാത്രമാണ്. ആർക്കും എൻ്റെ ഈ പങ്കുവയ്ക്കൽ ഒരു ബുദ്ധിമുട്ടാകരുത് എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ അധ്യായം 1 ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെയാണ്. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാണ് എന്ന് ദൂതൻ അറിയിച്ചു. അതോടുകൂടി എലിസബത്ത് ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ് എന്ന് അറിയിച്ചതോടുകൂടി അവൾ എലിസബത്തിനെ കാണാനായിട്ട് യാത്ര തിരിച്ചു. എലിസബത്തിനെ കണ്ട മാത്രയിൽ എലിസബത്തിൻ്റെ സന്തോഷമാണ് ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്ത് മറിയത്തെ കണ്ട മാത്രയിൽ അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്കൊരു സന്തോഷകരമാക്കി തീർക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ അവർക്കൊരു സ്വാന്തനമായിട്ട്, വേദനിക്കുന്നവർക്കൊരു സ്വാന്തനമായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാനോ മുറിപ്പെടുത്താനോ നമുക്ക് ശ്രമിക്കാതിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾ കൂടെ കടന്നു ചെല്ലുമ്പോൾ ചില നിമിഷങ്ങളിൽ ചിലർ നമ്മിൽ നിന്ന് പതിയെ അകന്നിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്കോ അവർ സ്വയം നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങനെ വിട്ടേക്കുക. എന്നാൽ നമ്മളാൽ കഴിയുന്ന നമ്മുടെ സാമീപ്യം അവർക്ക് പങ്കുവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മുടെ സാമീപ്യം അവർക്ക് അരോചകമാകുന്നുണ്ടെങ്കിൽ നമ്മൾ അകന്ന് നിൽക്കുക. അല്ല എങ്കിൽ നമ്മളെ മറ്റുള്ളവർ ആശ്ലേഷിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സാമീപ്യം അവർ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നമ്മൾ അവരെ പോലെ ആകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഈ ക്രിസ്മസ് കാലം എലിസബത്ത് മറിയത്തെ കണ്ട മാത്രയിൽ അവളുടെ ഉദരത്തിൽ കുഞ്ഞു കുതിച്ചു ചാടിയതുപോലെ അവളുടെ സാമീപ്യത്താൽ അവളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി തീർന്നു. അങ്ങനെ നമ്മുടെ വാക്കുകൾ ആർക്കെങ്കിലും ഒരു സ്വാന്തനമായിട്ട് സമാധാനം പകരുന്നതായി തീരുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മളിലുള്ള ദൈവസ്നേഹം മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഓരോരുത്തരിലേക്കും അനുഗ്രഹമായിട്ട് ഒഴുകി വരുവാനായിട്ട് ഈ ക്രിസ്മസ് കാലം നമുക്ക് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.